ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ വെയിറ്റ് ലോസിനൊക്കെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ്. നമുക്കിത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടും ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ്. നമ്മളിത് ഓട്സ് വെച്ചിട്ടാണ് ഈ ഒരു റെസിപ്പി തയ്യാറാക്കിയിരിക്കുന്നത്. മെയിനായിട്ട് ഇതിനകത്ത് എടുത്തു പറയേണ്ടുന്ന കാര്യം, നമ്മൾ ഈ ഓട്സ് കുക്ക് ചെയ്യുന്നില്ല. കുക്ക് ചെയ്യാതെ നമ്മളിത് റെഡിയാക്കി 8 മണിക്കൂർ നേരം ഇത് ഫ്രിഡ്ജിനകത്ത് നമ്മളിത് സ്റ്റോർ ചെയ്തതിന് ശേഷമാണ് നമ്മളിത് കൺസ്യൂം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് റെഫ്രിജറേറ്റർ ഓട്സ് എന്നും ഓവർനൈറ്റ് ഓട്സ് എന്നും ഒക്കെ വിളിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് നേരെ റെസിപ്പിയിലോട്ട് പോകാം. ഇത് സ്കിപ്പ് ചെയ്ത് നിങ്ങൾ മുഴുവനായിട്ട് കാണുക. അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു ഗ്ലാസ് ജാറിനകത്തായിട്ടാണ് ഈ ഓട്സ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, നമ്മൾ ഇതിനു വേണ്ടിയിട്ട് എടുക്കുന്ന ഓട്സ് ഫ്ലേവർലെസ് ഓട്സ് വേണം നമ്മളിത് എടുക്കാനായിട്ട്. ഞാനിപ്പോൾ കോക്കേഴ്സിൻ്റെ വൈറ്റ് ഓട്സാണ് എടുത്തേക്കുന്നത്. അപ്പം പലതരത്തിലുള്ള ഓട്സ് ഇപ്പം മാർക്കറ്റിൽ അവൈലബിൾ ആണല്ലോ, മസാല ഓട്സ്, അങ്ങനെ പല രീതിയിലുള്ള. പക്ഷെ നമ്മൾ അങ്ങനെയൊന്നുള്ള ഓട്സ് ഒന്നും എടുക്കാൻ പാടില്ല. ഒരു ഫ്ലേവറും ഇല്ലാത്ത പ്ലെയിൻ ഓട്സ് വേണം എടുക്കാനായിട്ട്. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ ഓട്സാണ് എടുക്കുന്നത്. അപ്പോൾ ഓരോരുത്തരുടെ അളവിനനുസരിച്ചിട്ട് 1/4 കപ്പ് മുതൽ 1/2 കപ്പ് വരെ എടുക്കാം. ഇത് ഓട്സ് കുതിർന്ന് കഴിയുമ്പോൾ ക്വാണ്ടിറ്റി ഡബിൾ ആവും. അപ്പോൾ അതനുസരിച്ചിട്ട് ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് എടുക്കാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ ഓട്സ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചിയാ സീഡ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും അറിയാം, നമ്മുടെ വെയിറ്റ് ലോസ് ജേർണിക്കൊക്കെ വളരെയധികം ഹെൽപ്ഫുൾ ആയിട്ടുള്ള സാധനങ്ങളാണ് ചിയാ സീഡ്, ഫ്ലാക്സ് സീഡ്, ഈ പറയുന്ന സാധനങ്ങളൊക്കെ. അപ്പോൾ ഞാൻ 1 ടേബിൾ സ്പൂൺ ചിയാ സീഡ് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുത്തു. അതുപോലെ 1 ടേബിൾ സ്പൂൺ ഫ്ലാക്സ് സീഡും കൂടി ചേർത്ത് കൊടുക്കുവാണ്. ഈ ചിയാ സീഡും ഫ്ലാക്സ് സീഡും ഒക്കെ ഇപ്പോൾ മാർക്കറ്റിൽ കോമൺ ആയിട്ട് അവൈലബിൾ ആണ്. അപ്പം ഫ്ലാക്സ് സീഡ് നിങ്ങളുടെ കയ്യിൽ ഇല്ലയെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം. പക്ഷേ ചിയാ സീഡ് മസ്റ്റായിട്ടും ചേർക്കാൻ ശ്രദ്ധിക്കുക. ഇനി ഇതിലേക്ക് 1 ഗ്ലാസ് തിളപ്പിച്ച് തണുപ്പിച്ച പാൽ ഒഴിച്ചു കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ അറിയാലോ, ചിയാ സീഡൊക്കെ നമ്മുടെ ഈ പാലിൽ കിടന്ന് നന്നായിട്ട് കുതിർന്ന് ഇതിങ്ങനെ ഒരു ജെല്ലി ഫോമിൽ വരും. അപ്പം നമ്മൾ ഇട്ട പാടെ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് കട്ട പിടിക്കും. അടുത്ത് ചേർത്ത് കൊടുക്കുന്ന യോഗർട്ടാണ്. ഇതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ, ഞാൻ ഈ എടുത്ത 2 ടേബിൾ സ്പൂൺ ഓട്സിന് 3 ടേബിൾ സ്പൂൺ യോഗർട്ട് വരെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ 3 ടേബിൾ സ്പൂൺ യോഗർട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 പിഞ്ച് ഹിമാലയൻ റോക്ക് സാൾട്ടും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ഞാൻ ഇതിനകത്തോട്ട് ചേർക്കുന്ന ഇൻഗ്രീഡിയൻ്റ് എല്ലാം നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇതെല്ലാം നമ്മൾ വെയിറ്റ് ലോസിന് യൂസ് ചെയ്യുന്ന സാധനങ്ങളാണ്. ഇനി മധുരത്തിന് വേണ്ടിയിട്ട് നമ്മൾ വേറെ പഞ്ചസാരയൊന്നും ചേർക്കുന്നില്ല. 1 ടേബിൾ സ്പൂൺ ഹണിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഹണിയും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ സിനമൺ പൗഡർ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. സിനമൺ പൗഡർ നമ്മുടെ കറുകാപ്പട്ട പൊടിച്ച്, നമ്മുടെ ഗരം മസാലയിലൊക്കെ കാണുന്ന കറുകാപ്പട്ട വീട്ടിൽ തന്നെ പൊടിച്ചെടുത്തതാണിത്. അപ്പോൾ ഇതും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഈ ഒരു സ്റ്റേജിൽ തന്നെ നിങ്ങൾക്ക് ഫ്രിഡ്ജിനകത്ത് കയറ്റി 8 മണിക്കൂർ വയ്ക്കാം. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ പിറ്റേ ദിവസം കഴിക്കുന്ന സമയത്ത് ചേർത്താലും മതിയാവും. പക്ഷെ ഞാൻ ഉണ്ടാക്കുന്ന രീതി ഇങ്ങനെയാണ്. ഞാൻ എടുക്കുന്ന എല്ലാ സാധനങ്ങളും അറ്റ് എ ടൈം തന്നെ ഒരേ സമയത്ത് തന്നെ ഞാൻ മിക്സ് ചെയ്താണ് ഞാൻ വെക്കുന്നത്. അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റേജിൽ ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ട് ബാക്കി ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ കഴിക്കുന്ന സമയത്ത് ചേർക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഞാനിതെല്ലാം ഒരേ സമയത്താണ് ഇത് മിക്സ് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു റോബസ്റ്റ പഴമാണ് എടുത്തേക്കുന്നത്. ഇതിന് പകരം നിങ്ങൾക്ക് മാംഗോ എടുക്കാം, ആപ്പിൾ എടുക്കാം, അതുപോലെ പൈനാപ്പിളോ മറ്റേ വാട്ടർ മെലനോ എന്ത് വേണമെങ്കിലും എടുക്കാം. പക്ഷേ ഏത്തപ്പഴം എടുത്തു കഴിഞ്ഞാൽ അതിൽ കലോറി കണ്ടൻറ്റ് കൂടുതലാണ്. അപ്പോൾ എനിക്ക് എപ്പോഴും ഇഷ്ടം റോബസ്റ്റ അല്ലെങ്കിൽ മാംഗോ ആണ്. അപ്പോൾ ഇതിങ്ങനെ മിക്സ് ചെയ്ത് വെക്കുമ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ഫ്ലേവർ ഇതിനകത്തോട്ട് ഇറങ്ങിയിട്ട് നമുക്ക് പിറ്റേ ദിവസം കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും. പ്രത്യേകിച്ച് നമ്മൾ ഈ ഓട്സ് കുക്ക് ചെയ്യാതൊക്കെയാണ് കഴിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു റോ ടേസ്റ്റൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഈ ഒരു റോബസ്റ്റയുടെ ഒക്കെ ടേസ്റ്റൊക്കെ ഇതിനകത്തോട്ട് ഇറങ്ങി കഴിയുമ്പോൾ നമുക്ക് കഴിക്കാനായിട്ട് വലിയൊരു ബുദ്ധിമുട്ട് അനുഭവപ്പെടത്തില്ല. ഇനി ഇതിലേക്ക് ഞാൻ 2 ഡേറ്റ്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് കുരു കളഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം.
നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 10 മുതൽ 15 വരെ ബദാം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ബദാം ചെറുതായിട്ട് അരിഞ്ഞ് ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിത് അരിയാനായിട്ട് മടിച്ചിട്ട് ഞാൻ എപ്പോഴും ഇങ്ങനെ ഒരു ഇടികല്ലിൽ വെച്ച് പൊടിച്ചാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതും ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുവാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ബദാമിന് പകരം കാഷ്യൂനട്ടോ അതുപോലെ വാൾനട്ടോ ഒന്നുമില്ലാന്നുണ്ടെങ്കിൽ കപ്പലണ്ടി ആയാലും മതി, അത് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക. ഈ ചിയാ സീഡൊക്കെ ഈ നമ്മൾ ഇതിനകത്തോട്ട് പാലൊക്കെ ഒഴിക്കുമ്പോൾ അത് കട്ടയായിട്ട് കിടക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാനായിട്ട് നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. അതിനുശേഷം നന്നായിട്ട് എയർ ടൈറ്റ് ആയിട്ട് അടച്ച് നമ്മളിത് ഫ്രിഡ്ജിനകത്ത് സ്റ്റോർ ചെയ്യുക. അപ്പം ഞാനിതിപ്പോൾ ഫ്രിഡ്ജിനകത്തോട്ട് വെക്കുവാണ്. ഇനി 8 മണിക്കൂർ കഴിഞ്ഞിട്ട് വേണം ഇത് പുറത്തെടുത്ത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനായാലും ഡിന്നറിനായാലും കഴിക്കാനായിട്ട്. അപ്പം ഞാനിതിപ്പോൾ ഫ്രിഡ്ജിനകത്തോട്ട് വെക്കുവാണ്. പക്ഷേ ഞാൻ ഇന്നലെ ഉണ്ടാക്കിയത് ഞാനിപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അത് എങ്ങനെ ഏത് ഫോമിലാണ് ഉണ്ടാകുക എന്നുള്ളത് കാണിച്ചു തരാം. കണ്ടോ, ഈ ഒരു സ്റ്റേജിലാണ്, ഈ ഒരു തിക്നെസ്സിലാണ് ഇരിക്കുന്നത്. ഞാനിപ്പോൾ എടുത്ത സെയിം ക്വാണ്ടിറ്റിയിൽ ചെയ്ത് വെച്ചതാണിത്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ലൂസൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി പാല് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. പക്ഷേ എനിക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയാണ് എനിക്ക് കഴിക്കാനായിട്ട് കൂടുതൽ ഇഷ്ടം. നല്ല തിക്കായിട്ട് നമ്മൾ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുത്ത പഴവും അതുപോലെ ബദാമും ഡേറ്റ്സും ഒക്കെ ഇതിനകത്ത് കിടന്ന് നല്ല സോക്കായിട്ട് അതിൻ്റെ ഒരു ഫ്ലേവറൊക്കെ ഇതിനകത്തോട്ട് ഇറങ്ങി നല്ലൊരു ഐസ്ക്രീം ഒക്കെ അല്ലെങ്കിൽ ഒരു പുഡിംഗ് ഒക്കെ കഴിക്കുമ്പോൾ നമുക്കിത് നല്ല ടേസ്റ്റായിട്ട് നമുക്കിത് കോരി കഴിക്കാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവർക്കും അറിയാം, ഓട്സ് എന്ന് പറയുന്നത് റിച്ച് സോഴ്സ് ഓഫ് ഫൈബർ ആണ്. ഇതിനകത്ത് കൂടുതൽ അളവിൽ കാൽസ്യം അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ഫാറ്റ് ഡെപ്പോസിഷനൊക്കെ ഒഴിവാക്കാനായിട്ട് ഓട്സ് വളരെയധികം ഹെൽപ്പ് ചെയ്യും. പക്ഷേ ഇതിൻ്റെ തെറ്റായ ഉപയോഗം മൂലം വണ്ണം കുറയുന്നതിന് പകരം വണ്ണം കൂടാനായിട്ടും സഹായിക്കും. അതുകൊണ്ട് കറക്റ്റ് ആ ഒരു രീതിക്ക് തന്നെ ഇത് ഉണ്ടാക്കി കഴിക്കുക. നിങ്ങളുടെ മെയിൻ ഉദ്ദേശം വണ്ണം കുറയ്ക്കുക എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഫ്ലേവേർഡ് ഓട്സ് ഒഴിവാക്കുക. പ്ലെയിൻ ഓട്സിനെയും കാട്ടിലും ഫ്ലേവേർഡ് ഓട്സിൽ കലോറി കണ്ടന്റ് കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ ഡെയിലി ബ്രേക്ക്ഫാസ്റ്റിൽ ഇത് ഉൾപ്പെടുത്തുക. അല്ലാന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ ഒരു 3 ദിവസമെങ്കിലും ഇത് നിങ്ങളുടെ ഡെയിലി റൊട്ടീനിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നിങ്ങളുടെ വെയിറ്റ് ലോസിനെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന വളരെ ബെറ്റർ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ തന്നെ നമ്മൾ ഇത് മാത്രം കഴിച്ചിട്ട് നമ്മുടെ വെയിറ്റ് ലോസിന് കാര്യമില്ല, അതിൻ്റെ കൂടെ നന്നായിട്ട് വർക്കൗട്ടും കൂടി ചെയ്യുക.